മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ഇരിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഈ ദേവാലയത്തിൽ അഖണ്ഡ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. 24-ാമത്തെ ദിവസമാണിന്ന്. 24 ദിവസവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവരൊക്കെ ഇതിനകത്തുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായാലും നിങ്ങളെല്ലാവരെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെ അഖണ്ഡ പ്രാർത്ഥനയിൽ ഒരു കുറവ് കൂടാതെ നിലനിൽക്കുന്നതിന് മനുഷ്യരെല്ലാം ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പം നിങ്ങളിങ്ങനെ 1-2 മണിക്കൂർ എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്ന് ലോകത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത്? അതോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണോ? അല്ല, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിന് മുഴുവൻ വേണ്ടി, ലോകത്തിന് മുഴുവൻ ശാന്തി ലഭിക്കുവാൻ, ലോകത്ത് അസ്വസ്ഥതകൾ മാറുവാൻ, ലോകം കുറച്ചും കൂടെ ശാന്തതയുള്ളതാകുവാനെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പം പ്രാർത്ഥിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? അപ്പോൾ അതിലെനിക്ക് കിട്ടുന്ന ഒരു വലിയ ബോധ്യം, പ്രാർത്ഥിക്കുന്നവൻ്റെ മനസ്സ് ഓരോ ദിവസം കഴിയും തോറും ശാന്തമായിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. കാരണം നിങ്ങളിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ പഴയ പാർട്ടികളെല്ലാം അവിടെ തന്നെ ഉണ്ട്, അല്ലേ? ഇതുവരെ ഉണ്ടായിരുന്ന ഭർത്താവും ഇതുവരെ ഉണ്ടായിരുന്ന ഭാര്യയും ഇതുവരെ ഉണ്ടായിരുന്ന പിള്ളേരും എല്ലാം അവിടെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ആൾക്കാരെല്ലാം പഴയത് തന്നെയാണ്. പ്രശ്നങ്ങളോ ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതുങ്ങളെല്ലാം വരുന്നത്. പക്ഷെ നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ ശാന്തമാകും. കാരണം നമുക്ക് വിശ്വാസം കൂടുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എല്ലാം നോക്കിക്കോളും, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന ബോധ്യത്തിൽ വളരും തോറും നമ്മുടെ മനസ്സ് ശാന്തമാകും. കൊണ്ട് അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു വേർപാടുണ്ടായി, വലിയ ദുഃഖകരമായ കാര്യങ്ങൾ. നമ്മൾ ഈ ദിവസങ്ങളിലുമൊക്കെ വളരെ ദുഃഖകരമായ വേർപാടിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പണ്ടില്ലാഞ്ഞിട്ടാണോ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല, ചെറുപ്പക്കാരൊക്കെ വളരെ പെട്ടെന്ന് മരണപ്പെടുന്നു എന്ന വാർത്തകൾ കൂടുതലായിട്ട് വരികയാണ്. അപ്പോൾ ഈ വേർപാടുണ്ടാകുന്നു, അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പിള്ളേരുടെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയല്ല ആ ശാന്തത. എനിക്കിതെല്ലാം അറിയാം. ഈ വേദനകളും ഈ വേർപാടുകളും ഈ ബുദ്ധിമുട്ടുകളും അതുപോലെ ഈ വെല്ലുവിളികളും എല്ലാം എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ എൻ്റെ മനസ്സ് ശാന്തമാണ്. കാരണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഇത് പറയാൻ എളുപ്പമാട്ടോ, പറയുന്ന എനിക്കുൾപ്പെടെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട വലിയൊരു ആത്മീയമായ വളർച്ചയാണ്. നമ്മളെല്ലാവരും ശാരീരികമായിട്ട് വളരുന്നുണ്ട്, അല്ലേ? വളരുന്നുണ്ട്, പ്രായമാവുന്നുണ്ട്, അതുപോലെ ബൗദ്ധികമായിട്ട് വളരുന്നുണ്ട്. ആത്മീയമായ വളർച്ചയുടെ ഒരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് പറയാം. ഓരോ ദിവസവും കഴിയുന്തോറും കുറച്ചും കൂടെ ശാന്തതയോടെ ജീവിതത്തെ നേരിടാൻ കഴിയുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്നത് പോലെ എളുപ്പമല്ലെങ്കിലും നിങ്ങളെല്ലാം സ്വപ്നം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വപ്നം കാണണം, പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ മനസ്സിനെ ശാന്തമാക്കണം. എൻ്റെ കെട്ടിയോൻ്റെ മനസ്സ് ശാന്തമാകുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അല്ലെ, മക്കൾ കുറച്ചുകൂടെ നന്നായ കൊള്ളാവും നിങ്ങൾക്ക്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സ് ശാന്തമാകണേ, സ്വസ്ഥമാകണമേ,
ശാന്തതയോടെ ഇതിനെ നോക്കിക്കാണാൻ എനിക്ക് സാധിക്കണമേ. അതിൻ്റെ ഗുണം എന്നാണെന്നറിയാമോ? ആ ശാന്തത വീട്ടിലുള്ള എല്ലാവരെയും സ്വാധീനിക്കും. ആഹാ, ഇന്നലത്തെ പോലെ അല്ലല്ലോ, ഇതെന്നാ പറ്റി, പറഞ്ഞിട്ട് അങ്ങോട്ട് ഒന്നും തിരിച്ചു പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അതിനെ വളരെ വ്യത്യസ്തമായിട്ട് കാണുന്നല്ലോ, കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ഒക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയല്ലോ, ഇതെന്താ സംഭവിക്കുന്നതെന്ന് ആ വീട്ടിലുള്ളവർ ചിന്തിച്ചു തുടങ്ങും. കാരണം എന്താ? സംതിങ് ഹാസ് ചേഞ്ച്ഡ്. നമ്മൾ ആത്മീയമായിട്ട് വളർന്നു, നമ്മൾ വിശ്വാസത്തിൽ വളർന്നു. അതാണ് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നവൻ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടയില്ല. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? അപ്പോൾ ആ ഒരു വലിയ ബോധ്യം. ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ട മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സുവിശേഷ വാക്യം. ഇതൊന്നും നമ്മളിങ്ങനെ ഇങ്ങനെ വായിച്ചു പോകുന്നതുകൊണ്ട് നമ്മളെ പേടിപ്പിക്കാറൊന്നും ഇല്ല. കാരണം നമുക്കിത് കാര്യമായിട്ട് നമ്മൾ ധ്യാനിക്കാറുള്ളത് കൊണ്ടാണ്. ഇത് സംഭവം എന്നാണെന്നറിയാമോ? കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഞാൻ ഇപ്പോഴും വായിക്കുമ്പോൾ ഇതോർക്കും, ഇതെന്നെക്കുറിച്ച് തന്നെയാണ് കർത്താവ് പറയുന്നത്. കാരണം ഈ മെത്രാന്മാരെല്ലായിടത്തും പോയി കർത്താവേ കർത്താവേ എന്ന് മൈക്ക് കെട്ടി പറയുന്നവരല്ലേ. അങ്ങനെ പറയുന്നവരൊന്നും സ്വർഗത്തിൽ ചെല്ലുകയല്ലെന്ന്. അയ്യോ, എന്നാ ഒരു സങ്കടമല്ലേ. നിങ്ങളൊക്കെ പോയാലും ഞങ്ങൾ പോവുകയല്ലെങ്കിൽ അയ്യോ വലിയ വിഷമം. നിങ്ങൾ ആ സ്വർഗത്തിലോട്ട് കയറാൻ തരാം. ഈ പുള്ളി നമ്മുടെ ബിഷപ്പല്ലായിരുന്നോ, ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്? ശുദ്ധീകരണ സ്ഥലത്തിലോട്ടുള്ള ടിക്കറ്റ് നോക്കി നിൽക്കുകയാണ്. അത് വലിയ നാണക്കേടാവും അല്ലേ. ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് നാണം കെടുത്തരുതെന്ന്. അപ്പോൾ അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്നാണെന്നറിയോ? അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. പ്രവചനപരമുള്ളവരൊക്കെ അവരോട് പറയാൻ പോകുന്ന വർത്താനമാണ് സഹിക്കാൻ വയ്യാത്തത്. അത് നമുക്ക് പിന്നെ കേൾക്കാം. എന്താണ്? ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കിയിട്ടുണ്ട് എന്ന് പറയാൻ നിസ്സാര പാർട്ടികളല്ല ഇവര് വലിയ അത്ഭുത പ്രവർത്തകരും പിന്നെ പിശാചുകളെ പുറത്താക്കുന്നവരും ഒക്കെയാണ്. ഇനി നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? ഉടനെ ഞാൻ അവരോട് പറയും, ഇനിയുള്ള വാക്യം അത് കേൾക്കാൻ വയ്യ. എന്നതാണ്? നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലെന്ന്. ആദ്യത്തെ ദിവസം പോലും എന്നെ അറിഞ്ഞില്ലായിരുന്നു. ഇല്ലെന്ന്, ഒരിക്കലും അറിഞ്ഞിട്ടില്ല നിങ്ങളെ ഞാൻ. എന്നാ ഒരു അല്ലേ. നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി ജീവിച്ച്, നിങ്ങളൊക്കെയാണ് കല്യാണവും കഴിച്ച് കഷ്ടപ്പെട്ട് കുടുംബവും പോറ്റി കുഞ്ഞുങ്ങളെയും ജനിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് ഒരു 92-ാമത്തെ വയസ്സിൽ മരിച്ച് 18-ാമത്തെ വയസ്സിലെ ഫോട്ടോയും പത്രത്തിലിട്ട് അല്ലേ, അങ്ങനല്ലേ? 92-ാമത്തെ വയസ്സിൽ മരിച്ചാലും കൊള്ളാവുന്നൊരു ഫോട്ടോയെ നമ്മൾ ഇടത്തുള്ളൂ അല്ലേ. അത് ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് മക്കളെ ഈ ഫോട്ടോയൊക്കെ കൊടുത്തേക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് സ്വർഗത്തിൽ ചെല്ലുമ്പം നമ്മളോട് കർത്താവ് പറയുക, നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല. അയ്യോ, എന്നാ വർത്താന കർത്താവ് നീ പറയുന്നേ? അത് നമുക്ക് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമാണ്. ഞാനും ഒക്കെ അതിനെ പേടിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ചെന്നിട്ട് അഖണ്ഡ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിച്ചാന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ ഈശോ പറയാൻ പോകുന്നത് എന്നാ? ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ആ പട്ടത്തിൻ്റെ നേരത്ത് പോലും അറിഞ്ഞില്ലായിരുന്നോ? ഇല്ലെന്ന്. സങ്കടമല്ലേ? അതാണ്. അപ്പൊ എന്താണ് ഈ ആത്മീയത? അപ്പോൾ നമുക്ക് സംശയം, അപ്പോൾ പിന്നെ എന്നതാ ഈ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയാണ് എനിക്ക് അറിയാനായിട്ട് സാധിക്കുക ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ? അവിടെയാണ് ആ ഇഷ്ടം നിറവേറ്റുന്ന ഭാഗമൊക്കെ വരുന്നത്. അതായത് നമ്മളിങ്ങനെ ഈ വരങ്ങളുടെ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ അല്ലേ, വരങ്ങളാണല്ലോ. പ്രവചനപരം, രോഗശാന്തിപരം, അതുപോലെ പ്രഭാഷണപരം എല്ലാം ഉണ്ട്. പല വരങ്ങളുണ്ട്. വരങ്ങളുള്ളവരോടൊക്കെ നമുക്കൊരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ട്. വരങ്ങളുടെ ഒരു ആത്മീയതയുണ്ട്. പക്ഷെ ദാനങ്ങളുടെ പല ഫലങ്ങളുടെ ആത്മീയതയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെ ആത്മീയത അതെന്താണ്? അതൊക്കെ എന്താണ്? സ്നേഹം, ശാന്തത, ആത്മസംയമനം, സ്നേഹം അല്ലെ, ആനന്ദം, ഇതൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടോ? അതാണ് ചോദ്യം. നമ്മൾ പള്ളിയിൽ പോയി കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ അവിടെ പോയി കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു. പക്ഷെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലങ്ങൾ എന്നിലുണ്ടോ? ആനന്ദമുണ്ടോ ഉള്ളിൽ? ശരിക്കും ആസ്വദിച്ച് ജീവിക്കുന്നവർ, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തണം. എന്തിനാ?
കുറേ ജോലി അവിടെ ഉണ്ട്, പാത്രം കഴുകാനുണ്ട്. അതല്ല, കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട്, കെട്ടിയവനുമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന് വർത്താനമൊക്കെ പറയണമെന്ന് കൊതിയോടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകുന്നവർ എത്ര പേര് കാണും? അതൊക്കെയല്ലേ ഒരു ആത്മീയത എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ കണ്ടിട്ട് ഇവിടെ ആത്മീയതയുണ്ടെന്ന് അയൽവക്കത്തുകാർ പറയൂ. അവർ നല്ല ആത്മീയതയുള്ള മനുഷ്യരാകട്ടോ. അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ദൈവമേ എന്തിനാണോ ഇതിയാനെ എൻ്റെ തലയെ കൊണ്ട് കെട്ടിവെച്ചത്, ഈ ശബ്ദമാണ് രാവിലെ മുതൽ ആ വീട്ടിൽ നിന്ന് വരുന്നത്. അതാണെങ്കിൽ പിന്നെ എങ്ങനെ അവർക്ക് മനസ്സിലാവും കർത്താവേ ഇവർക്ക് ആത്മീയതയുണ്ടെന്ന്? അതേസമയം ഒരു ശാന്തതയുടെയും ധീരതയുടെയും ആത്മസംയമനത്തിൻ്റെയും ഒക്കെ ഒരു ജീവിതം, എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു മേഖലയിലാണ് നമുക്ക് വളർച്ച വേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു വലിയ കുറവെന്ന് നോക്കിയാൽ നമ്മളെല്ലാം നല്ല ഭക്തിയുള്ള മനുഷ്യരാണ് കേട്ടോ. കാരണം നിങ്ങൾ ഈ അഖണ്ഡ പ്രാർത്ഥനയ്ക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഭക്തിയില്ലാന്ന് ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ കുഴപ്പമാണ്. നിങ്ങൾക്കെല്ലാം നല്ല ഭക്തിയുള്ള മനുഷ്യരാണ്. ഞാൻ ഈ അടുത്ത നാളിൽ നമ്മുടെ കാനഡയിൽ നമ്മുടെ മലയാളി ഇടവകകളിലൊക്കെ ഒന്ന് പോവുകയുണ്ടായി. എന്നാ ഭക്തിയാണ് നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേർക്കൊക്കെ. എല്ലാം പള്ളി എന്നൊക്കെ പറഞ്ഞ് ആവേശത്തോടെ അവർ നടക്കുകയാണ്. അവർക്കെല്ലാം കൂടുതൽ മക്കളുമുണ്ട്, നല്ല ഭക്തിയുണ്ട്, ആത്മീയതയുണ്ട്. ഞാനും അവരോട് പറഞ്ഞു, ഇനി ഞാൻ നാട്ടിൽ ചെന്ന് പിള്ളേർക്കൊന്നും ഭക്തിയില്ല എന്ന് പറയില്ല. ഇത്രയും നാൾ പറഞ്ഞു പോയത് ക്ഷമിക്കണം. പിന്നെ ഈ കേരളത്തിൻ്റെ അതിർത്തി വിടുമ്പോഴേ ഈ ഭക്തി പുറത്ത് വരത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കിടന്ന കണക്കാ, ഇതിന് പുറത്തിറങ്ങിയ എല്ലാവരും നല്ല നല്ല ബോധമുള്ള മനുഷ്യരാണ്. അപ്പോൾ അവർക്കെല്ലാം നല്ല ഭക്തിയാണ്. നിങ്ങൾക്ക് നല്ല ഭക്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ആത്മീയമായ ഒരു വളർച്ച ഉണ്ടാവുന്നുണ്ടോ? ഒരു ശാന്തതയിലൊക്കെ ഒരു വളർച്ച, ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകും, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അതിനെ ഒന്ന് ശാന്തതയോടെ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? അല്ലേ? ഈശോ അലറി വിളിക്കുന്ന കടലിൻ്റെ നടുവിൽ തോണിയിൽ അമരത്ത് എന്നെടുക്കുമായിരുന്നു, തലയണ വെച്ച് ഉറങ്ങുമായിരുന്നു. അലറി വിളിക്കുന്ന കടലിൻ്റെ നടുവിൽ തോണിയിൽ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുന്ന ഈശോ. കർത്താവ് നിനക്ക് എങ്ങനെ അത് സാധിച്ചു ഉറങ്ങാൻ? ഞങ്ങൾക്കാണെങ്കിൽ അലറി വിളിക്കുകയൊന്നും വേണ്ട, ഒന്ന് മൂളിത്തുടങ്ങിയാൽ തന്നെ, കടലൊന്ന് മൂളിത്തുടങ്ങിയാൽ തന്നെ നമുക്ക് പേടിയാ. ഇവിടെ അലറി വിളിക്കുന്ന കടലിൻ്റെ നടുവിൽ ഉലഞ്ഞു തുടങ്ങുന്ന നൗകയ്ക്കകത്ത് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്, എഴുന്നേക്കൊന്നുമില്ല. പത്രോസും പാർട്ടിയും ആണെങ്കിൽ അയ്യോ കർത്താവേ എന്നാ ഒരു കിടപ്പോ, ഇതിങ്ങനെ ഈ നേരത്താണോ കിടന്ന് ഉറങ്ങുന്നത്, എഴുന്നേക്ക്. കർത്താവിനറിയാം ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ ഇതുള്ളൂ. എന്നാൽ പിന്നെ വെറുതെ എന്തിനാ ഈ ഉറക്കം കളയുന്നു ഓർത്ത് പാവത്താൻ ശകലവും കൂടെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ഇത് ശാന്തമാകാനിരിക്കുക. കർത്താവിന് എങ്ങനെയാണ് അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? കാരണം അവനറിയാം അവൻ്റെ ഒരു വാക്കുകൊണ്ട് ഇത് ശാന്തമാക്കാൻ പറ്റും. നമ്മളൊക്കെ വർഷങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകുന്തോറും ജീവിതത്തോടൊക്കെ ഒരു ശാന്തത, കൊള്ളാം, നന്നായിരിക്കുന്നു ജീവിതം, സന്തോഷമായിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്ന ഒരവസ്ഥ. ഇന്നലെ വരെ വഴക്ക് പിടിച്ച ഭർത്താവിനെ കണ്ടിട്ട് നിങ്ങൾ പറയുകയാണ് കൊള്ളാം, നന്നായിരിക്കുന്നു. പിതാവിനറിയാൻ വയ്യ, അങ്ങോട്ടൊന്ന് വന്നാലേ അതിൻ്റെ വിശേഷം അറിയത്തുള്ളൂ എന്ന് നിങ്ങൾ പറയും. ഇന്നലെ വരെ കണ്ട ഭാര്യയെ ഇന്ന് കണ്ടിട്ട് കൊള്ളാം, നന്നായിരിക്കുന്നു, ഇന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടായി തന്നു കേട്ടോ, കൊള്ളാം, അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരവസ്ഥ, അതെത്ര മനോഹരമായിരിക്കും അല്ലേ? എത്ര മനോഹരമായിരിക്കും അത്. സത്യത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അതാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞു പോകുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഈ പെരുമാറ്റ ദൂഷ്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാൻ ഞാൻ പറയുകയല്ല, കുടുംബത്തെല്ലാം ഉണ്ടെങ്കിലും ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം കാണാതെ വളരുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നില്ല. അപ്പനും അമ്മയും കൂടെ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലാണെന്ന് ഒരു ചിന്തയൊന്നും മക്കൾക്കുണ്ടാകുന്നില്ല. അവർ നോക്കുമ്പോൾ ഏതാണ്ട് ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് ഇവർ. ഞങ്ങൾ ആണുങ്ങൾ, പ്രത്യേകിച്ച് മലയാളി ചേട്ടന്മാരുടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, വീട്ടിൽ കയറിയാൽ പിന്നെ മിണ്ടത്തില്ല. ഞങ്ങൾക്ക് ഗൗരവ രോഗമാണ്. ഇവിടെ 23 പേശികളുണ്ട്, അത് 21 തളർന്ന് കിടക്കും. അതിങ്ങനെ വളരെ ഇങ്ങനെ സീരിയസ് ആണ്, ഒന്നും മിണ്ടത്തില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പത്രം എടുത്ത് ഇങ്ങനെ മുഖം മറച്ച് വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇപ്പം തുറക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ മൊബൈൽ ഫോണും ഇങ്ങനെ വെച്ചുകൊണ്ട് തലവഴി ഒരു മുണ്ടും കൂടി ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അങ്ങനെ ഒരു ജീവനുള്ള ഒരു രീതി നമുക്കിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ കുടുംബങ്ങളിൽ കുറഞ്ഞു വരുന്നത് ഈ ആനന്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം. പള്ളിക്ക് പള്ളി, പെരുന്നാളിന് പെരുന്നാൾ, വെടിക്കെട്ടിന് വെടിക്കെട്ട്, കൺവെൻഷന് കൺവെൻഷൻ, പിന്നെ പന്തലിന് പന്തൽ, എല്ലാം ഉണ്ട്. ഇല്ലാത്ത ഒരു സാധനം കുടുംബം എല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പം ഒരു
ഒരു ആനന്ദത്തിൻ്റെ അനുഭവം. അപ്പം നിങ്ങൾ ചോദിക്കും, ഇനിയിപ്പോൾ ആനന്ദം തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വലിയ വായിലെ പ്രാർത്ഥിച്ചാലോ? വേണ്ട, ഒന്ന് ശാന്തമാകുക, അതോടുകൂടി തന്നെ ആനന്ദം കിട്ടും. അപ്പോൾ എന്താണ് ഈ ആത്മീയത എന്ന് പറയുന്നത്? ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ഒരു ആനന്ദം അനുഭവിക്കുക, ഒരു ശാന്തതയുടെ അനുഭവത്തിലായിരിക്കുക. അതില്ലെങ്കിലുണ്ടല്ലോ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് പറയും, നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓർക്കുന്ന ഈയിടെ എങ്ങാനും അറിയാതിരുന്നു. അല്ലെന്ന്, ഒരിക്കലും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അയ്യോ, അതൊരു വല്ലാത്ത പറച്ചിലാണ്. നിങ്ങൾക്കറിയാം, ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ലാസറിൻ്റെ വീട്ടിൽ ഈശോ പോയി, അല്ലേ? ലാസറിന് 2 സഹോദരിമാരാണ്, മർത്തായും മറിയവും. അപ്പോൾ മർത്ത എന്താ ചെയ്യുന്നത്? ഈശോ വന്ന പാടെ ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് ശാന്തതയോടെ വചനങ്ങൾ കേൾക്കുകയാണ്. മേരി. മർത്ത എന്താ ചെയ്യുന്നത്? മർത്ത പരിവേഷം പിടിച്ച് അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഈശോ ഒരാളെ ഉള്ളൂ, ഒരു കാപ്പി എങ്ങാണ്ട് കൊടുത്താൽ മതി. അതിനിപ്പോൾ 2 പേരുടെ ആവശ്യമൊന്നും അടുക്കളയിൽ ഇല്ല. ഇനി 2 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിലും ഈ 2 പേരൊന്നും വേണ്ടല്ലോ, ഒരാൾക്ക് ഉണ്ടാക്കാവുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറിയമിരുന്ന് കർത്താവിൻ്റെ പാദാന്തികത്തിലിരുന്ന് സന്തോഷത്തോടെ ആനന്ദത്തോടെ അവൻ്റെ വചനങ്ങൾ ശ്രവിക്കുന്നു. അങ്ങനെ ശ്രവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ശാന്തത വേണം, വേണ്ടേ? സ്വസ്ഥമായിട്ട് ഒരാളെ കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ശാന്തത വേണം. ശാന്തതയോടെ മറിയം അവിടെ ആയിരിക്കുന്നു. മർത്തായാകട്ടെ പരവേശം പിടിച്ച് ജോലി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പറയാം, പിതാവിന് എങ്ങനെ മനസ്സിലായി ഇതിന് പരവേശമാണെന്ന്? ഇത് ജോലി ചെയ്യണ്ടേ? ജോലി ചെയ്യാതെ ചുമ്മാ ഫുഡ് അടിക്കാനായിട്ട് മേശപ്പുറത്ത് വന്നിരുന്നാൽ മതിയോ? കഷ്ടപ്പെടണ്ടേ? അല്ലേ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മുടെ മർത്തായുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് ഓടി ഇങ്ങോട്ട് വരും. എങ്ങോട്ടാ? ഈ മറിയം എന്നെ എടുക്കുകയെന്നറിയാം. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവള് വെറുതെ ഇരിക്കുക. ഉടനെ കർത്താവിന് നിർദ്ദേശം കൊടുക്കുകയാണ് മർത്ത. ഉണ്ടോ? കർത്താവ് ഗുരു എന്താണ് ചെയ്യേണ്ടതെന്ന് ശിഷ്യ ഗുരുവിനോട് പറയുകയാണ്. ഗുരുവേ, ഇവൾ ഈ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അവളോട് കൂടെ പോയി ജോലി ചെയ്യാൻ പറ. എന്നതാ ഇരിപ്പ്? ചുമ്മാ മടിച്ചിയായിട്ടിരിക്കുക. അതാണ് ഒരു പരവേശം പിടിച്ച ആൾക്കാർ. ചില അമ്മമാരെ കണ്ടിട്ടില്ലേ? നിങ്ങൾ രാവിലെ 4 മണിയാകുമ്പോൾ അലാറം വെച്ച് എഴുന്നേക്കും. എന്നിട്ട് അതുവഴി എല്ലാം ഇങ്ങനെ പാഞ്ഞു നടക്കും. എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല. അയ്യോ, സമയമില്ലേ, സമയം തികയുന്നില്ലേ, എനിക്ക് ഓഫീസിൽ പോണേ, അത് ഉണ്ടാക്കാൻ സമയമില്ല, ഇതിങ്ങനെ പറഞ്ഞു നടക്കുക. ഒരിക്കലും ഇവർ ഉണ്ടാക്കൽ തീരത്തില്ല. ഇവർ ഓഫീസിലെന്നും ലേറ്റായിരിക്കും. എന്നാൽ ആ ഓഫീസിൽ പോകുന്ന എല്ലാവരെക്കാളും നേരത്തെ ആയിരിക്കും ഇവർ എഴുന്നേൽക്കുന്നതും. അലാറം വെച്ച് എഴുന്നേൽക്കും. പിന്നെ ആ കിടന്നുറങ്ങുന്നത് പോലും നേരെ ഉറങ്ങാനും പറ്റുന്നില്ല. കാരണം പരവേശ എന്നതാ അയ്യോ, എപ്പോഴോ എഴുന്നേക്കണ്ടെന്ന് ഓർത്ത് ജീവിക്കുകയാണ്. ഇതാണ് ഈ പരവേശം പിടിച്ചുള്ള ഒരു ജീവിതം. പ്രിയപ്പെട്ടവരെ, അതൊരു ആത്മീയമായ വളർച്ചയുടെ ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ. മറിയത്തിൻ്റെ മനോഭാവത്തോടെ ശാന്തതയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സാധിക്കും. ഞാനിതൊക്കെ പറയുമ്പോഴേ നിങ്ങൾ ഓർക്കരുത് ഈ പിതാവ് ഭയങ്കര ശാന്തനായിരിക്കും. അല്ല കേട്ടോ, ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. എന്തിനാ? ശാന്തതയോടുകൂടി ആയിരിക്കാൻ, അല്ലേ? ഒരു സ്ലോയിങ് ഡൗൺ എക്സ്പീരിയൻസ് അത് നമുക്ക് എല്ലാവർക്കും വേണം. കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ, അതായത് ഈ പരവേശം പിടിച്ച് ജീവിക്കാതെ ഒരു അല്പം ശാന്തതയിലായിരിക്കാൻ. ഈശോയെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് എന്താ? വചനത്തിൽ പല പ്രാവശ്യം പറയുന്നുണ്ടല്ലോ, ഈശോ ജനക്കൂട്ടം അവനെ തിക്കിത്തിരക്കുകയായിരുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ ശിഷ്യരെയും കൂട്ടി കടലിൻ്റെ മറുകരയിലേക്ക് പോയി, തടാകത്തിൻ്റെ മറുകരയിലേക്ക് പോയി ശാന്തതയിലായിരുന്നു. അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഇതെല്ലാം നമ്മൾ വചനത്തിൽ വായിക്കുന്നതാണ്. അവന് ഏത് സമയവും സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പിതാവിനോടൊപ്പമായിരിക്കുന്ന അവസ്ഥ. വലിയ വേദനയുടെ, പ്രത്യേകിച്ച് കാൽവരിയിലേക്കുള്ള യാത്രയുടെ, കുരിശിലെ മരണത്തിൻ്റെ ആ വേദനയുടെ പീഡാനുഭവത്തിൻ്റെ തൊട്ട് മുമ്പ് ഈശോ എന്താ ചെയ്തത്? ഗത്സമൻ തോട്ടത്തിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചു. ശാന്തതയോ? അപ്പോൾ ഒത്തിരി വേദനയൊക്കെ വന്നു. ഒത്തിരി വേദന വന്ന് അവൻ്റെ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് മാറി. പക്ഷേ അവന് ശക്തി കിട്ടി. എന്തിനാ? സഹിക്കാൻ. സഹനത്തിൽ നിന്ന് ഒരു ഒഴിവും കിട്ടിയില്ല, അല്ലേ? സഹിക്കാൻ പക്ഷെ ശക്തി കിട്ടി. ഇതാണ് പ്രാർത്ഥന. ശാന്തതയോടെ കുരിശെടുക്കാനുള്ള കരുത്താണ് പ്രാർത്ഥനയുടെ ശക്തി. അതല്ലാതെ കുരിശുകളെ ഒഴിവാക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയ ബോധ്യം അല്ല എന്നുള്ളതാണ്. എൻ്റെ വലിയ ബോധ്യം നമ്മുടെ രോഗങ്ങളും സഹനങ്ങളും ഒക്കെ നമ്മൾ സഹിക്കണമെന്നുള്ളത് തന്നെയാണ്. നമ്മൾ സാധാരണ രീതിയിൽ മാനുഷികമായിട്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യാം.
പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ദൈവം ചിലത് അനുവദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ കടന്നു പോകണം. പ്രത്യാശയോടുകൂടി കടന്നു പോകുമ്പോൾ നമ്മളിലൂടെ അനേകർക്ക് വലിയ കൃപകൾ ലഭിക്കുകയാണ്. മരണകരമായ ഒരു രോഗം പിടിപെട്ട ഒരു പെൺകുട്ടിയെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടു. അവൾക്ക് 10-18 വയസ്സേ ഉള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള പെൺകുട്ടികളിൽ ഏറ്റവും പക്വതയോടുകൂടി എന്നോട് സംസാരിച്ച ഒരു പെങ്കൊച്ചാണ് അവൾ. 18ാമത്തെ വയസ്സിൽ അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാടുകൾ, അവൾക്ക് ലോകത്തോടുള്ള അവളുടെ ഒരു മനോഭാവം, അവൾക്കറിയാം അവൾക്ക് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവന് മരിച്ചു പോകും. ആ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഇതൊക്കെ ബോണസാണ് കിട്ടുന്നത്, സമയമായി, ഇതൊരു വല്ലാത്ത രോഗമാണ്, 10,000-ൽ ഒരാൾക്ക് വരാവുന്ന രോഗമാണ്, അതെല്ലാം അവൾക്കറിയാം. പക്ഷേ അവളുടെ മനസ്സിനെ ആ രോഗത്തിൻ്റെ അവസ്ഥ കുറച്ചും കൂടെ പക്വതയുള്ളതാക്കി മാറ്റി, കുറച്ചുകൂടെ ധൈര്യമുള്ളതാക്കി മാറ്റി. അങ്ങനെ ചുറ്റുമുള്ളവർക്ക് ധൈര്യം കൊടുക്കാനും മാത്രമുള്ള ഒരു അനുഭവത്തിലേക്ക് അവരങ്ങ് വളരുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നമ്മൾ ഈ നമ്മുടേതായ ആകുലതകളും അത് ഇങ്ങനെ രാവിലെ മുതലോ അത് വൈകുന്നേരം വരെ അത് ഓർത്തോർത്തിരുന്ന് നിങ്ങൾ ആരോഗ്യം കളയരുത്. ഡോണ്ട് ടെൽ ഗോഡ് ഹൗ ബിഗ് യുവർ പ്രോബ്ലംസ് ആർ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് ദൈവത്തോട് പറയരുത്. ബട്ട് ടെൽ യുവർ പ്രോബ്ലംസ് ഹൗ ബിഗ് ഗോഡ് ഈസ്. പ്രശ്നങ്ങളോട് പറയുക ദൈവം എത്ര വലിയവനാണ്, അല്ലേ? ദൈവത്തോട് ഇങ്ങനെ കർത്താവേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ വലുതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പ്രശ്നങ്ങളോട് ദൈവം എത്ര വലിയവനാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുക. ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ദൈവം വലിയവനാണ്, ദൈവം അറിയുന്നുണ്ട്, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവം നിന്നെ വെറുതെ വിടുന്നില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കുന്നില്ല. ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്തുക. ശാന്തതയുടെ അനുഭവത്തിലേക്ക് വളരാനായിട്ട് സാധിക്കും. ഞാനിത് പറയുന്നത് വെറുതെ അല്ല സഹോദരങ്ങളെ. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ, നമ്മുടെയൊക്കെ കത്തോലിക്ക കുടുംബങ്ങളിൽ ഒത്തിരി നന്മകളുണ്ട്. നല്ല കുടുംബങ്ങൾ, ദാമ്പത്യ ബന്ധമൊക്കെ സാമാന്യം വൃത്തിയാണ്, കുഴപ്പമില്ല, വിശ്വസ്തമായിട്ട് ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ നമുക്കുണ്ട്. നല്ല കാര്യമല്ലേ? വഴക്ക് പിടിക്കാനാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചേ ഉള്ളെന്നുള്ള ചിന്തയാണ് പലർക്കും. വഴക്ക് പിടിക്കാനാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചേ ജീവിക്കത്തുള്ളൂ, ഇട്ടച്ചു പോകുന്ന പ്രശ്നമില്ല. നല്ല കാര്യം, അങ്ങനെയെങ്കിലും ജീവിക്കുന്നുണ്ടല്ലോ. അതുപോലെ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങ് എരിഞ്ഞ് ഉരുകി തീരുന്ന കുടുംബങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾ. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതുപോലെ നല്ല മൂല്യങ്ങളുള്ള കുടുംബങ്ങൾ ഒത്തിരി ഉണ്ട്. ഒത്തിരി ക്രിമിനൽ വാസനകളൊന്നും ഇല്ലാത്ത കുടുംബങ്ങളൊക്കെയാണ്. നമ്മൾ ചില സാമ്പത്തിക കുറ്റകൃത്യമൊക്കെ ചെയ്യുന്നേ ഉള്ളൂ, അതിന് മാന്തുന്നതിലൊക്കെ നമ്മൾ നല്ല മിടുക്കനാണ്. പക്ഷേ സ്ഥലം അടിച്ചെടുക്കുന്നതൊക്കെ നസ്രാണിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ വലിയ ക്രിമിനൽ, കൊല്ലുക, തല്ലുക, അതൊക്കെ വലിയ പാടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒത്തിരി നന്മകളുണ്ട്. പക്ഷെ ഇല്ലാത്ത ഒരു കാര്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിലുള്ള വളർച്ച നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വളരെ കുറവാണ്. അതിൻ്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളാണ്. പിള്ളേർക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല. പിള്ളേർ ഇങ്ങനെ ആ മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് അവൻ്റെ ലോകത്തിലേക്ക് അങ്ങ് ഒതുങ്ങിക്കൂടുന്നതിൻ്റെ കാരണം എന്താ? അവൻ്റെ ജീവിതം ആർക്കും പകുത്തു കൊടുത്ത് പരിചയമില്ല, അവൻ ആരെയും സ്നേഹിച്ച് പരിചയമില്ല. കാരണം ഈ സ്നേഹം പഠിക്കേണ്ടത് എവിടുന്നാ? അപ്പനും അമ്മയും കൂടെ സ്നേഹിച്ചാണ്. നമ്മുടെ ആൺകുട്ടികൾ പെൺകുട്ടികളെയൊക്കെ നമ്മൾ പഠിക്കാനായിട്ടൊക്കെ ദൂരദേശങ്ങളിലേക്കൊക്കെ വിടുന്നു. അവർ എല്ലാവരും ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല രീതിയിൽ ജീവിക്കുന്നില്ല, വളരെ മോശമായ ജീവിതം നയിക്കുന്ന ചില ചെറുപ്പക്കാരെങ്കിലും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരു ചോദ്യം, അവരെ മോശമാക്കിയത് കൂട്ടുകെട്ടുകളാവാം, ശരിയാണ്, ജീവിത സാഹചര്യങ്ങളാവാം, ശരിയാണ്, ഞാൻ അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർ കണ്ട ആദ്യത്തെ സ്ത്രീ പുരുഷ ബന്ധം ഏതാണ്? സ്വന്തം അപ്പൻ്റെ അമ്മയാണ്. സ്വന്തം അപ്പനും അമ്മയുമാണ് അവർ കണ്ട ആദ്യത്തെ സ്ത്രീ പുരുഷ ബന്ധം. ഞാൻ നിങ്ങളെ സഹോദരന്മാരെയൊക്കെ വെല്ലുവിളിക്കുന്നു. ജീവിത പങ്കാളിയെ ബഹുമാനിക്കുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? അത് വളരെ കുറവാണ്. നമുക്ക് ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, എന്തെല്ലാം വർത്തമാനം പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. വഴക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിക്കാൻ വേണ്ടി എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, ഇത് മുഴുവൻ ഈ കുഞ്ഞുങ്ങൾ കേൾക്കുകയല്ലേ. ആദരവില്ലാത്ത സംസാരങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കുകൾ, വക്കാണങ്ങൾ, പിന്നെ ഈ അസൂയ, കുറ്റം പറച്ചിൽ, പരാതി എന്ന് വേണ്ട. കുടുംബത്തിലെ കമ്മ്യൂണിക്കേഷൻ്റെ, കുടുംബത്തിലെ പരസ്പരമുള്ള സംസാരത്തിൻ്റെ 90% നെഗറ്റീവ് കാര്യങ്ങളാണ്. ഒന്നുമില്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് പറയും, ഏനതാടാവേ ഇത് പറഞ്ഞോണ്ടിരിക്കും. ഒന്നും പ്രത്യേകിച്ചൊന്നും നമ്മൾ പറഞ്ഞു വരുന്നത്
ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന കർത്താവിൻ്റെ വാക്യം കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവൻ്റെ ഇഷ്ടം നിറവേറ്റണം. അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ഒത്തിരി ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ അനുദിന ജീവിതത്തിലെ ഒരു ആത്മീയതയുള്ളവനാണ്. അത് രാവിലെ എഴുന്നേറ്റ് വീടൊക്കെ വൃത്തിയാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മക്കളെയെല്ലാം വിളിച്ച് ഇരുത്തി പഠിക്കാനൊക്കെ ഇരുത്തി കെട്ടിയോന് കാപ്പിയൊക്കെ കൊടുത്ത് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മക്കൾക്കുമൊക്കെ കൊടുത്ത് പിന്നെ പറമ്പിലെയും വീട്ടിലെയും ജോലികളെല്ലാം മാനേജ് ചെയ്ത് അവസാനം കുരിശു വരച്ച് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും കൊടുത്ത് പാത്രവും കഴുകി കിടന്നുറങ്ങുന്ന ഒരമ്മ, ഈ അമ്മയ്ക്കാണോ ആത്മീയത, ഈ പ്രസംഗിക്കുന്ന മെത്രാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആ അമ്മയ്ക്ക് തന്നെയാണ്. കാരണം അവർ ദൈവേഷ്ടം നിറവേറ്റുകയാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത് കാണാനായിട്ട് ആരുമില്ല. ഞാൻ ഈ നിങ്ങൾ പ്രഘോഷിക്കുന്നു, നിങ്ങളെല്ലാവരും കേൾക്കുന്നു, എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഈ പാവം അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അത് കാണാനായിട്ട് ആരുമില്ല, കൈയടിക്കാനായിട്ട് ആരുമില്ല. അതിൻ്റെ പേരിൽ അവാർഡും ഇല്ല, അല്ലേ? വീട് നന്നായിട്ട് നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും അവാർഡ് കൊടുത്തായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. മക്കള് തരുമോ? അല്ലേ? കെട്ടിയോനോ? ഒരു പിടിയില്ല. അപ്പൊ പിന്നെ ആര് തരാനാ? പക്ഷെ അതിനകത്തൊരു ആത്മീയതയുണ്ട്. അതൊന്നും പ്രതീക്ഷിക്കാതെ ഉരുകിത്തീരുന്ന ഒരു അനുഭവമാണ്. അതൊരു ശാന്തതയുടെ അനുഭവമാണ്, അല്ലേ? അതൊരു വലിയ ശാന്തതയുടെ അനുഭവം. അത് ദൈവേഷ്ടം നിറവേറ്റുന്ന അനുഭവമാണ്. ആ അമ്മയ്ക്ക് വരങ്ങളും ദാനങ്ങളും ഒന്നുമില്ല. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ആത്മീയതയെ ഒന്ന് ശരിയായി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ആത്മീയത നമ്മളെ എല്ലാവരെയും ശാന്തമാക്കുന്ന ഒരനുഭവമാണ്. പരവേശത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസത്തോടെ ശാന്തതയിലാഴുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, കൊള്ളാം, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. അവൻ്റെ പ്രാർത്ഥന അവനെ ശാന്തതയോടെ ആ ജീവിതത്തെ നേരിടാൻ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, നമുക്ക് വേണമെങ്കിൽ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, ദൈവത്തെക്കുറിച്ച് മാത്രം ജീവിച്ചുകൊണ്ട് ജീവിക്കാം. ഇത് രണ്ടും ആകാം. വലിയ വ്യത്യാസമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ആ പ്രാർത്ഥനയുടെ മുഴുവൻ കേന്ദ്രം ആരാ? നമ്മളാ. കർത്താവേ, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എത്രയോ കാലമായിട്ട് പറയുന്നു, അത് ചെയ്യണമേ. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കള്, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ പറമ്പ്, ഞങ്ങളുടെ പറമ്പിലെ പിന്നെ പശു പ്രസവിക്കാറായി, അല്ലെങ്കിൽ കോഴി, പട്ടി, പൂച്ച, താറാവ്, ഇത്രയേ ഉള്ളൂ. ആ വേലിക്കെട്ടിനപ്പുറത്ത് പ്രാർത്ഥന പോയിട്ടില്ല. ഈ പ്രാർത്ഥനയ്ക്കകത്ത് കേന്ദ്രം ആരാണ്? ഞാൻ തന്നെയാണ് കേട്ടോ. അതാണ്, എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാം. അതേസമയം ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാം. ഞാൻ എന്ത് ചെയ്യുമ്പോഴും ദൈവമഹത്വത്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നു. അതാണ് ആത്മീയത. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു വലിയ ബഹളത്തിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. ചിലപ്പോൾ പലരും ഇങ്ങനെ ഈ പ്രാർത്ഥനക്കാരുടെ അടുത്ത് പോകുന്നു, സന്ദേശം ചോദിക്കുന്നു. കാരണം രാവിലെ ഈശോ അവർക്ക് എഴുത്തയച്ചിട്ടുണ്ടേ, ഓരോരുത്തരെ കുറിച്ചുള്ള മെസ്സേജ്, അത് വായിക്കുന്നു. എന്നിട്ട് ആ സന്ദേശം ശരിയായില്ല, അത് തെറ്റിപ്പോയി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇത് ദൈവം തന്നെയല്ലേ പറഞ്ഞത്? ഇങ്ങനെ തുടങ്ങി ആകപ്പാടെ പ്രശ്നങ്ങളാണ്. ഞാൻ അങ്ങനെ ഒരു കുടുംബത്തെ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ടപ്പോൾ അവരിങ്ങനെ ആപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അവരൊരു പ്രാർത്ഥനക്കാരുടെ അടുത്തെങ്ങാണ്ട് പോയി, അവരേതാണ്ട് ദർശനത്തിൽ കണ്ടു, അത് പറഞ്ഞു കൊടുത്തു, പക്ഷെ നടന്നില്ല. അപ്പോൾ പിന്നെ അവർക്ക് സംശയം, ഇത് ദൈവം ഇങ്ങനെയൊക്കെ, ദൈവം കള്ളത്തരം പറയുമോ? ഇങ്ങനെ ദൈവം പറയുന്ന കാര്യങ്ങൾ നടക്കണ്ടേ? അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പള്ളിയിലൊക്കെ പോകുന്നവരാണോ? അയ്യോ കൊള്ളാം, പിതാവിനും അറിയാമല്ലോ, ഞങ്ങൾ പള്ളിയിലൊക്കെ പോകും. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമൊക്കെ ആണോ? സ്നേഹത്തിന് കുറവൊന്നുമില്ല. മക്കളെയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടോ? എന്നോ ചോദ്യമാണ്. പിള്ളേരെയൊക്കെ പിതാവിന് അറിയാവുന്നതല്ലേ, ഞങ്ങൾ നന്നായിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അത്യാവശ്യത്തിന് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ പോയി ദൈവത്തിന് നന്ദിയും പറഞ്ഞ് സമാധാനമായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ? എന്തിനാ ഈ സന്ദേശവും തിരക്കി അവിടെ ഇവിടെയെല്ലാം പോകുന്നേ? പരവേശ, പ്രിയപ്പെട്ടവരെ, പരവേശ. എൻ്റെ കൊച്ചു പരീക്ഷ എഴുതുക, അവൾ ജയിക്കുകയോ ഇല്ലയോ? ദൈവം കണിയാനാണോ? കണിയാനല്ല. അവൻ ചിലപ്പോൾ തോക്കും. ആ തോൽവിയെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിക്കുകയാണ് ചിലപ്പോൾ സുവിശേഷം.
എൻ്റെ കൊച്ച് ഇത് പിന്നെ ഇപ്പം എല്ലാവരും വീസായ്ക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണല്ലോ അല്ലേ, എല്ലാവരും കാനഡയ്ക്കൊക്കെ പോവുക. ഈയിടെ ഒരു ബാങ്ക് മാനേജർ പറയുന്നത് കേട്ടു, ദിവസം 4 പേരാണെന്ന് ബാങ്കിൽ ചെല്ലുന്നത്. എന്തിനാ? വസ്തു പണയം വെച്ച് കാശ് മേടിക്കാൻ. എന്നാ കൊച്ച് കാനഡയ്ക്ക് പോവുകയാണ്, വസ്തു പണയം വെച്ച് പോവുകയാണ്. ഏറ്റവും കൂടുതൽ ആളോഹരി കടമുള്ള സമുദായമാണ് നമ്മൾ കേട്ടോ. പല കാര്യങ്ങളിലും നമ്മൾ പുറകിലാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ കേരളത്തിൽ നമ്മൾ നമ്പർ 1 ആണ്. ആളോഹരി കടം ഉള്ള ഏറ്റവും കൂടുതലുള്ള സമുദായമാണ് സുറിയാനി ക്രിസ്ത്യാനികൾ. കാരണം എല്ലാവരുടെയും വീടും പറമ്പും ബാങ്കിലാണ്. എന്നിട്ട് പിള്ളേരെല്ലാം പുറത്തു പോയിരിക്കുകയാണ്. പൊക്കോ, പോയി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. പക്ഷെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു, എന്നിട്ട് അത് നടക്കുമോ ഇല്ലയോ? അപ്പൊ പ്രാർത്ഥനയുടെയും കേന്ദ്രം നീ ആവുന്നു. പക്ഷെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് നീ ദൈവത്തെ ഓർത്തോണ്ട് ജീവിക്കാനാണ്. നീ രാവിലെ പാത്രം കഴുകിയാലും ഭക്ഷണം ഉണ്ടാക്കിയാലും നീ ഓഫീസിൽ പോയാലും ജോലി ചെയ്താലും നീ കിടന്നുറങ്ങിയാലും ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് നീ അത് ചെയ്തേ. അതാണ് ആത്മീയത. അതൊരു വലിയ ശാന്തതയുടെ അനുഭവമാണ്. കാരണം നിന്നെ പൊതിഞ്ഞു നിന്ന് സംരക്ഷിക്കുന്ന കർത്താവിനെ ഓർത്തോണ്ടുള്ള ഒരു ജീവിതമാണ്. നീ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. മാക്സിമം എനിക്ക് ആകുലപ്പെടാനുള്ളതന്നെ ഞാൻ മരിച്ചു പോകുമെന്നുള്ളതാ. ഇനിയിപ്പോൾ എനിക്ക് കുഴപ്പമില്ല, മരിച്ചു പോയാലും എൻ്റെ കർത്താവിൻ്റെ കാര്യങ്ങളിലല്ലേ ഞാൻ, അല്ലേ? അതാണ് ആത്മീയത പ്രിയപ്പെട്ടവർ. അതൊരു വലിയ ശാന്തതയുടെ അനുഭവമാണ്, പരവേശത്തിൻ്റെ അനുഭവമല്ല. അതുകൊണ്ട് ആ ആത്മീയതയുടെ ആ ശാന്തതയുടെ ഒരു അനുഭവത്തിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്, അത് ഉള്ളിലൊരു സംതൃപ്തിയൊക്കെ നിറയുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമായത്, അല്ലേ? നിങ്ങൾ പള്ളിയിൽ ചെന്ന് പറയുക, കർത്താവേ എനിക്ക് ഈ കെട്ടിയോ മതി കേട്ടോ, മതി, ഈ കെട്ടിയോൾ എനിക്ക് മതി, എനിക്ക് ഈ പിള്ളേർ മതി, എനിക്ക് ഇത്രയും ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നല്ലോ, ഇതെല്ലാം മതി കേട്ടോ. നിങ്ങൾ പറയും, പിതാവ് ചുമ്മാ 24-ാം പോകാൻ വന്ന് ഉഴപ്പാതെ, ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ അഖണ്ഡ പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്നത്, ഇതൊന്നും പോരാ. ഞങ്ങളുടെ കെട്ടിയോന് ഇച്ചിരി കൂടെ നന്നാകുന്നതിന് പിതാവിന് എന്നാ കുഴപ്പം? ഞങ്ങളുടെ കെട്ടിയോൾ കുറച്ചും കൂടെ ഒന്ന് ശരിയായാൽ പിതാവിന് എന്നാ ഒരു പ്രശ്നം? പിള്ളേരൊക്കെ നമുക്കിതൊന്നും പോരാ, ഇതാണ് പ്രശ്നം. അല്ല, നമുക്കിത് മതി എന്നങ്ങ് വെക്കുന്നിടത്ത് നമ്മുടെ മനസ്സൊത്തിരി അങ്ങ് സ്വസ്ഥമാകും. അപ്പം പിന്നെ കൂടുതൽ ഉണ്ടായിക്കോളും. ഇത് പോരേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഉള്ളതും കൂടെ ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നത്. ഉള്ള ഭക്ഷണം ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സംതൃപ്തി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പണ്ട് നമ്മുടെ മദർ തെരേസ പറഞ്ഞൊരു കഥ. ഒരു വീട്ടിലെ ചേരിയിലെ ഒരു വീട്ടിൽ ഭക്ഷണം ഇല്ലെന്നറിഞ്ഞുകൊണ്ട് ഒരു സഞ്ചി നിറയെ അരിയുമായിട്ട് ഈ മദർ പോയി. മദറിനെ അവിടെ ഇരുത്തിയിട്ട് ആ വീട്ടമ്മ സന്തോഷത്തോടെ അയലോക്കത്തെ വീട്ടിലോട്ട് ഓടിപ്പോയിട്ട് തിരിച്ചു വന്നു. ചോദിച്ചു, നീ എവിടെ പോയി? മദർ തന്ന അരി പകുതി അവർക്ക് കൊടുക്കാൻ, അവരും പട്ടിണിയാണ്. ഇല്ലെന്ന് ബോധമുള്ളവരാണെങ്കിൽ ഇവർ കൊടുക്കുമോ? ഇല്ല, ഇവരോട് പൂഴ്ത്തി വയ്ക്കും. പണ്ട് പ്രളയത്തിന് അരിയെല്ലാം വിതരണം ചെയ്തു തുടങ്ങിയപ്പം നമ്മുടെ ആൾക്കാർക്ക്, നമ്മൾക്ക് 3 പ്രളയം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ജൂണിലും പ്രളയം ഉണ്ടായി. അപ്പോൾ എല്ലാവരും കൊണ്ടുപോയി അരി കൊണ്ടുതന്നു. അതെല്ലാം ഇങ്ങനെ കെട്ടി വെച്ചു. പിന്നെ അതിൻ്റെ പേരിൽ എന്തെല്ലാം ബഹളങ്ങളായിരുന്നു എൻ്റെ തമ്പുരാനെ. കിറ്റ് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് 2ാമത്തെ പ്രളയമായപ്പോൾ അതിനകത്തെ കുറേ വെള്ളത്തിൽ പോയി. ആ പൂട്ടി വെച്ചിരുന്ന കുറച്ച് അന്നേരത്തേക്കും വേറെയും വന്നു. അത് 3ാമത്തെ വെള്ളപ്പൊക്കമായപ്പോൾ അതും പോയി. അതായത് എനിക്ക് ആവശ്യത്തിനുള്ളതുണ്ട്, ഇത് മതി കേട്ടോ, ബാക്കിയുള്ളത് നിങ്ങൾ അപ്പുറത്തേക്ക് വിടും. അയ്യോ അങ്ങനെയല്ല, അടുത്ത 2 മാസത്തേക്കുള്ളത് കൂടെ പോരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വെച്ചതെല്ലാം വെള്ളം കൊണ്ടുപോയി. എന്തെല്ലാം തമാശകളായിരുന്നു. അപ്പം നമുക്ക് ഈ ഉള്ളത് മതി, ദൈവമേ ഇത്രയൊക്കെ നീ തന്നിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് പിന്നെ ഒരു ശാന്തതയും സ്വസ്ഥതയുമാണ്, അല്ലേ? അതൊരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് എന്ന് ഞാൻ പറയും. കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റുന്ന അവസ്ഥ, സംതൃപ്തിപ്പെടാൻ പറ്റുന്ന അവസ്ഥ. അപ്പം നമുക്ക് നമ്മുടെ ഈ പ്രാർത്ഥനയെന്നൊക്കെ പറയുന്നതും ഈ കർത്താവേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരവേശം പിടിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്നും പറഞ്ഞ് അങ്ങനെ നടക്കുന്നതാണോ പ്രാർത്ഥന? അതാണോ സുവിശേഷം പറയുന്ന പ്രാർത്ഥന? മറിച്ച് കർത്താവിലായിരിക്കുന്ന അവസ്ഥയാണ് പ്രാർത്ഥന. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. കർത്താവ് എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. അതൊരു വലിയ വിശ്വാസത്തിൻ്റെ അനുഭവമാണ്. അത് നമുക്ക് തരുന്ന ഒരു വലിയ കൃപ, അത് വലിയ ശാന്തതയുടെ ഒരു കൃപയാണ്. യോഹന്നാന്റെ സുവിശേഷം 15:5 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും ശരിയായ ചെയ്യലല്ല. എൻ്റെ കൂടെ നിന്ന് ചെയ്യുന്നത് മാത്രമേ നിങ്ങൾക്ക് ഗുണപ്രദമാകുന്നുള്ളൂ.
നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചിലപ്പോൾ ഗുണമാകണമെന്നില്ല. അത് തന്നെയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഈശോ ഇല്ലാതെയും പ്രാർത്ഥിക്കാമെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഈശോ ഇല്ലെങ്കിലും ഈ പറഞ്ഞ പ്രവചനവും ഭാഷാപരവും ഒക്കെ ഉണ്ടാവാം, അല്ലേ? അതല്ലേ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ മാലാഖമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊന്നുമല്ല എന്ന് വെച്ചാൽ സ്നേഹമില്ലാത്തവന് മാലാഖമാരുടെ ഭാഷയിൽ സംസാരിക്കും. വലിയ ഭയങ്കര സംഭവം കേട്ടോ നമ്മുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ. ഇതെങ്ങനെ മാതാവെ തിരിച്ചറിയുന്നത്? ഒരു പിടിയില്ല. അതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കണം. ആനന്ദം, സന്തോഷം, ആത്മസംയമനം, ശാന്തത, ഇതൊക്കെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കണം. അത് ഫലങ്ങളുടെ ആത്മീയതയാണ്. വരങ്ങളുടെ ആത്മീയതയെക്കാളും ഫലങ്ങളുടെ ആത്മീയതയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളിൽ നിന്നാണോ അതോ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണോ? ഇതാണ് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം. ഇപ്പം ഞാൻ ഒരു മെത്രാനായിട്ട് ഓരോ ദിവസവും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. എൻ്റെ ഡയറി നിറയെ പ്രോഗ്രാംസാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നു, ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നു, ഒത്തിരി ആൾക്കാരെ കാണുന്നു, അവരോടെല്ലാം സുവിശേഷം പറയുന്നു. കൊള്ളാം, നല്ല കാര്യം. പക്ഷേ കർത്താവ് എന്നോടും പറയും, നിന്നെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലെന്ന് പറയും. എപ്പോഴാ? നിനക്ക് എന്നോടൊരു ബന്ധം ബന്ധമില്ലെങ്കിലും സുവിശേഷം പറയാം കേട്ടോ. ഏറ്റവും നന്നായിട്ട് സുവിശേഷം കർത്താവിനോട് വ്യാഖ്യാനിച്ച ഒരാളുടെ പേര് പറഞ്ഞേ, പെട്ടെന്ന് പറയാം. സാത്താന അല്ലേ? എവിടെയാ? മരുഭൂമിയിൽ വെച്ച് സാത്താൻ എത്ര കൃത്യമായിട്ടാണ് ബൈബിൾ എടുത്ത് പ്രയോഗിക്കുന്നത്, അല്ലേ? ഏറ്റവും കൂടുതൽ ബൈബിൾ വ്യാഖ്യാനിക്കുന്ന സാത്താൻ. അതുകൊണ്ട് ഇതല്ല, മറിച്ച് ഈശോയുമായിട്ടുള്ള ആത്മബന്ധമാണ്. അവിടെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാണ്ട്, നിങ്ങൾ ഒരു ദിവസം ഒരു 5 മിനിറ്റെങ്കിലും ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ശാന്തമായിട്ടിരുന്ന്. എനിക്ക് അത് തരണേ ഇത് തരണേന്നൊന്നുമല്ല. കർത്താവേ, നീ തന്നതൊക്കെ മതി കേട്ടോ, നന്നായിരിക്കും, നല്ല ജീവിതം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങണം രാവിലെ. നമ്മുടെ ഈ സപ്രാ പ്രാർത്ഥന ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? സപ്രാ പ്രാർത്ഥന, കുർബാനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥന. അത് നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിരചിതമായ പ്രാർത്ഥനകളാണ്. നമ്മുടെ സുറിയാനി ഭാഷയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ആ പ്രാർത്ഥനയെ ഒരു മനഃശാസ്ത്രവും പഠിക്കാതെയാണെങ്കിലും ആ പ്രാർത്ഥനയിൽ പെറുക്കി വെച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങളെല്ലാം നമുക്കൊത്തിരി പോസിറ്റീവ് ഊർജം തരുന്ന സങ്കീർത്തനങ്ങളാണ്, അല്ലേ? അതാണ് കർത്താവിൻ്റെ തണലിൽ ആയിരിക്കുന്നവൻ, അല്ലേ, ഭാഗ്യവാനാകുന്നു. അതുപോലെ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. നിനക്ക് എന്തെല്ലാം അപകടങ്ങളുണ്ടെങ്കിലും അവിടുന്ന് നിന്നെ സംരക്ഷിച്ചുകൊള്ളും. ഇതെല്ലാം പറഞ്ഞ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന സങ്കീർത്തനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും, ചില പല വിചാരമൊക്കെ ഉണ്ടാവും, സാരമില്ല, ദൈവമേ നല്ല ദിവസമാണ് കേട്ടോ, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ശാന്തമാകണം. അത് ഒരു വ്യക്തിപരമായ ഒരു ബന്ധമാണ്. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഒരനുഭവം, ആന്തരികതയുടെ ഒരനുഭവം നമുക്കില്ലെങ്കിൽ നമുക്ക് ഈ സംതൃപ്തി ഉണ്ടാകത്തില്ല. നമ്മളിങ്ങനെ പരവേശം പിടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കും, അല്ലേ? നമുക്ക് ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമുണ്ട്, നിങ്ങൾ ആ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാറുണ്ടോ? അതാണ് ചോദ്യം. നിങ്ങൾ സ്നേഹം ഇല്ലേ പോരെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ കിട്ടുന്ന സ്നേഹം എന്തേരം ഉണ്ടെന്നൊന്ന് ധ്യാനിക്കാറുണ്ടോ? ധ്യാനിച്ചു തുടങ്ങി, എനിക്ക് ഇത്രയൊക്കെ സ്നേഹം തന്നല്ലോ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഇത്രയൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ഒന്ന് ഓർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നല്ല കാര്യമാണ്. ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പറയുമ്പം പറയാറുണ്ട്, നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ തുടങ്ങണം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ അതെന്താണ്? ഒരു ബുക്ക് മേടിച്ച് വെച്ചിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച 2 കാര്യങ്ങൾ എഴുതി വെച്ച് ഈശോയ്ക്ക് നന്ദി പറയണം. എന്നിട്ടേ കിടന്നുറങ്ങാവുള്ളൂ. അപ്പോൾ എന്തുവാണ് എഴുതേണ്ടത്? ഞാൻ ഇന്ന് ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് ഹർഷമുണ്ടായി. ചുമ്മാതായിരിക്കും, അത് വേണമെന്നില്ല. എനിക്കിന്നൊരു മുട്ടായി കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു, അത് എഴുതിക്കോ, മതി. താങ്ക് യു ജീസസ് ഫോർ ദാറ്റ്, അല്ലേ? ഇന്ന് മമ്മി നല്ല കറി ഉണ്ടാക്കി തന്നു, എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് കഴിച്ചു. 2 കാര്യങ്ങൾ ഓർത്താൽ മതി. അത് ഓർത്ത് എഴുതി വെച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങണം. ഗുണം എന്നാണെന്നറിയാവോ? രാത്രി മുഴുവൻ നല്ല കാര്യങ്ങളായിരിക്കും പിന്നെ കാണും.
നമ്മുടെ ഈ പിള്ളേർ വല്ല ഈ ഹൊറർ മൂവിയൊക്കെ കണ്ട് കിടന്നുറങ്ങുമ്പോഴാണ് രാത്രിയിലെല്ലാം ഞെട്ടി എണീക്കുന്നു, പിന്നെ ബോധം കെട്ട് വീഴുന്നു. ഇതൊക്കെ നല്ല കാര്യങ്ങൾ ഓർക്കണം ജീവിതത്തിലെ, അത് നമ്മൾ പരിശീലിപ്പിക്കണം. അതൊരു ആന്തരികതയുടെ അനുഭവമാണ്, ഈശോയുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധത്തിൻ്റെ തലമാണ്. അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ തന്നെ അത് ചെയ്ത് ഇത് ചെയ്ത് ഇത് ചെയ്ത് ഇങ്ങനെ പരവേശം പിടിച്ച് നടക്കുക. ചിലർ ഈ പള്ളികൾ മുഴുവൻ നടക്കുക. എന്നാ അയ്യോ, ഏത് പള്ളിയിൽ പോയാലാണോ നമ്മുടെ കാര്യം നടക്കുക, ഏത് ധ്യാനകേന്ദ്രത്തിൽ പോയാലാണോ കാര്യം നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരവേശം പിടിച്ച് നടക്കുക. നിങ്ങൾക്ക് പരിശുദ്ധ കുർബാന കിട്ടുന്നില്ലേ? ഉണ്ട്. ആ കുർബാന എന്തുവാ? കർത്താവ് ഈശോ മിശിഹായ. ഇതിൽ കൂടുതൽ എന്നതാ കിട്ടാനുള്ളത്? കിട്ടിയെന്നുള്ള ബോധത്തോടെ കർത്താവേ കുർബാന കിട്ടിയല്ലോ, നന്ദിയോടെ ഒന്ന് ജീവിച്ചു നോക്കിയേ. അതാണ് ആനന്ദത്തിൻ്റെ ജീവിതം. അവിടെയാണ് അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്. മനസ്സിനൊരു സംതൃപ്തിയൊക്കെ വരുമ്പോൾ എന്തൊരു അത്ഭുതങ്ങളുമാണ് ജീവിതത്തിൽ നടക്കുക. പ്രാർത്ഥന കുറഞ്ഞ് പ്രവർത്തനം കൂടുമ്പോഴുണ്ടല്ലോ, പലപ്പോഴും അത് ലക്ഷ്യത്തിലെത്തിച്ചേരുന്നില്ല. സംഖ്യയുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, അവിടെ മോശയും ഈ ആൾക്കാരും തമ്മിൽ, മോശയും ഇസ്രായേൽ ജനവും തമ്മിലുള്ള പ്രശ്നമുണ്ട്. ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു സ്വഭാവം എന്നാണെന്നറിയാവോ? നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്ന് ഈ മോശ, കർത്താവും മോശയും കൂടെ ചേർന്ന് ഈ മനുഷ്യരെ എല്ലാം വിമോചിപ്പിച്ചു, മരുഭൂമിയിലൂടെ നടത്തുക. എന്നാൽ ആ നന്ദിയോടുകൂടി നടക്കണ്ടേ? അതില്ല. ഇതുങ്ങൾക്ക് വിശന്നോ? കണ്ണ് കാണുകയില്ല, ഉള്ള ചീത്ത എല്ലാം വിളിക്കും മോശെ. ദാഹിച്ചോ? ഉയ്യോ പറയണ്ട, ഉള്ള വായി വരുന്നതെല്ലാം പറയും ഈ മോശ. അങ്ങനെ സംഖ്യയുടെ പുസ്തകം 20 വെള്ളം തീർന്നുപോയി. ഇതാണ് പ്രശ്നം. 6,03,000 ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മോശയുടെ കൂടെ. 6 ലക്ഷം പേര്. അത്രയും പേരെ നിയന്ത്രിക്കാൻ ഈ പാവം മോശ മാത്രമേ ഉള്ളൂ. അവിടെ, അതായത് കാദേശിലെ മെരീബായിൽ വെച്ചാണ് വെള്ളം തീർന്നുപോയി. ഈ മനുഷ്യരെല്ലാവരും കൂടെ വന്ന് പറയുന്നു, എന്നാ ചീത്തയൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ, ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ സമൂഹത്തെ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു? ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന എന്തിന്? എന്നിട്ട് കുടിക്കാൻ വെള്ളം പോലുമില്ല എന്നെല്ലാം പറഞ്ഞു മോശെ അഹരോനെ പറയാവുന്നതിന് പരമാവധി പറയുക. മോശെ അഹരോനും കൂടെ കർത്താവിനെ അടുക്കി ചെന്ന് വിഷമം പറഞ്ഞു. ഉടനെ കർത്താവിൻ്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. ഇനിയും കേട്ടോണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക, നീയും നിന്റെ സഹോദരൻ അഹരോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗത്തിനും കുടിക്കാൻ കൊടുക്കുക. പക്ഷെ മോശയല്ലേ, മോശ ക്ഷിപ്രകോപിയ, അരിശമായിമാരോടെല്ലാം കലിപ്പാ. കാരണം എന്നാ വർത്താനവന്മാർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമ്മളാണെങ്കിലും സഹിക്കുമോ? ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഫറവോയുടെ അടുക്കൽ നിങ്ങളെല്ലാം രക്ഷിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളം കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ വർത്താനം അല്ലേ? അപ്പോൾ മോശയും അഹരോനും കൂടി പാറയ്ക്ക് മുമ്പ് ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ. ഇങ്ങനെ വല്ലതും പറയാൻ പറഞ്ഞോ ദൈവം? ഇല്ല. വടി കയ്യിലെടുക്കുക, പാറയോട് സംസാരിക്കുക, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 കാര്യം ചെയ്താൽ മതി, വെള്ളം വരും. പക്ഷേ മോശ ചെയ്തത് എന്നതാണ്? മോശ അഹരോനും കൂടി പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ട് അടിച്ചു. അടിക്കാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. പക്ഷേ മോശയും പാവം മനുഷ്യനല്ലേ? ഇവങ്ങളുടെ വലിപ്പ് വർത്താനം കേട്ടിട്ട് അല്ലേ? നിങ്ങളുടെയൊക്കെ ചില പൊതുയോഗം കൂടുമ്പം വികാരിച്ചന് ആത്മസംയമനത്തോടു കൂടി നിൽക്കുന്നെങ്കിൽ അങ്ങേരെ നമ്മൾ രൂപക്കൂട്ടിലെടുത്ത് വെക്കണം അല്ലേ? ചിലപ്പോൾ ഈ വർത്താനം ഞങ്ങളും ഒക്കെ പറയാറുണ്ട്. എന്നതാ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു തരാം അല്ലേ? അതാണ്. അപ്പോൾ കർത്താവ്, മോശ എന്താ ചെയ്തത്? മോശ അരിശം കൊണ്ട് ഇവരെ ധിക്കാരികളെ എന്നെല്ലാം വിളിച്ചിട്ട് വാട്ടിയെടുത്ത് 2 അടി കൊടുത്തു. വെള്ളം വന്നോ? വന്നു. വെള്ളം വന്നു. പക്ഷേ മോശയോട് കർത്താവ് കോപിച്ചു. നീ പറഞ്ഞത് ചെയ്താൽ മതി. ഇതിന് കടുത്ത വിലയാണ് മോശ കൊടുക്കേണ്ടി വന്നത്. മോശയ്ക്ക് കാനാൻ ദേശം കാണാൻ സാധിച്ചില്ല. അപ്പം നമ്മൾ പറയും കർത്താവ് ഇത്രയും ക്രൂരമായിട്ട് മോശയോട് പെരുമാറേണ്ട കാര്യമുണ്ട്, ആ പാവത്താൻ അങ്ങ് ചെയ്തു. അതിപ്പോൾ ആരാണെങ്കിലും അത് ചെയ്യത്തില്ലേ? ഇവന്മാരുടെയൊക്കെ സ്വഭാവം കണ്ടാൽ ആരെങ്കിലും മര്യാദയ്ക്ക് വർത്തമാനം പറയുമോ? ഇത്രയൊക്കെയല്ലേ പറഞ്ഞുള്ളൂ, ഒന്ന് ക്ഷമിച്ചുകൂടെ? പക്ഷെ കർത്താവിൻ്റെ ശിക്ഷകളെല്ലാം ജനത്തിനുള്ള അടയാളങ്ങളാണ്. അതുകൊണ്ട് കഠിന ശിക്ഷകളാണ് ഈ പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത്.
അത് വ്യക്തികൾക്കുള്ള ശിക്ഷണം എന്നുള്ളതിനേക്കാളും ജനങ്ങൾക്കുള്ള അടയാളമാണ്. നിങ്ങൾ എൻ്റെ വാക്ക് അവഗണിക്കാൻ പാടില്ല, ആ വാക്ക് പറഞ്ഞതുപോലെ ചെയ്യണം. അതാണ് ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ വളർന്ന് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നില്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം പലപ്പോഴും ലക്ഷ്യത്തിലെത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വാക്കിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ നടപടി പുസ്തകം 19:13-16 വാക്യങ്ങളിൽ സ്കേവായുടെ പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. നടപടി പുസ്തകം 19:13-16 അവിടെ പറയുന്നത് എന്താണ്? പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ശരീരസ്പർശമേറ്റ തൂവാലുകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറി. 13-ാമത്തെ വാക്യം, പിശാചുബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവിൻ്റെ നാമം പ്രയോഗിച്ച് നോക്കി. അതായത് പിശാച് ബാധിച്ച് ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദരുമുണ്ട്. അവരുടെ പണിയൊന്നും ഫലിക്കാഞ്ഞപ്പം ഈ പൗലോസിൻ്റെ പണിയൊന്ന് നോക്കി കർത്താവിൻ്റെ പേരിൽ. അപ്പം എന്താ സംഭവിച്ചത്? യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ 7 പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം പറഞ്ഞു, ഈശോയെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം, നീ ആരാടാവോ എന്ന് ചോദിച്ചു. നമുക്കൊക്കെ പറ്റുന്നൊരു അപകടം കേട്ടോ. നമ്മളും ചിലപ്പോൾ അശുദ്ധാത്മാക്കളോടൊക്കെ ഇറങ്ങിപ്പോകാനൊക്കെ പറയും. അപ്പോൾ അശുദ്ധാത്മാവ് തിരിച്ചു ചോദിക്കും, നമ്മൾ ആരാപ്പാ? നമുക്ക് അറിയത്തില്ലല്ലോ. ഈശോയെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം, എന്നാ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇതൊക്കെയാണ് ഈ ദൈവവുമായി ബന്ധമില്ലാതെ ദൈവത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാലുള്ള കുഴപ്പങ്ങൾ. കർത്താവുമായി ഉള്ള ആത്മബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലോസ് നീണ്ട വർഷങ്ങളുടെ ദൈവൈക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത്. പൗലോസിനൊരു ആത്മീയ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ അദ്ദേഹം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അതിനുശേഷമാണ് സുവിശേഷം പറയാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ ആ ഒരു ആത്മീയ ശക്തി നേടാതെ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഉപരിപ്ലവമായ ഒരു ജീവിതമായിട്ട് നമ്മൾ മാറും. അതുകൊണ്ടാണ് ഈ നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റു മതസ്ഥർക്കൊന്നും വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അവർ ക്രിസ്ത്യാനികൾ, ഞങ്ങൾ ജീവിക്കുന്ന പോലെ തന്നെ അവരും ജീവിക്കുക, എന്നാ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു ആത്മീയത ഉണ്ടാകണമെങ്കിൽ ഈശോയോടൊപ്പം ശാന്തതയിലായിരിക്കുന്ന ഒരു അനുഭവമാണ്, ഒരു വ്യക്തിബന്ധം, ഈശോയോട് ഒരു ആത്മബന്ധം. അതിൽ വളരാൻ സാധിക്കും തോറും നമ്മുടെ ജീവിതം കുറച്ചും കൂടെ ശക്തിയേറിയതായിട്ട് മാറുന്നു. അത് ശാന്തതയിൽ ആയിരിക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് സമയം ശാന്തതയിൽ ഈശോയോടൊപ്പം ആയിരിക്കണം. ഈശോയുടെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. ഇന്നെന്നെ എഴുന്നേൽപ്പിച്ചല്ലോ അല്ലേ, താമസിച്ചു പോയി, എന്നാലും സാരമില്ല, ഇപ്പോഴെങ്കിലും എഴുന്നേറ്റല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആൾക്കാരെ കാണാൻ സാധിച്ചല്ലോ, കുറേ പേരുടെ നല്ല സൗമ്യമായ വർത്തമാനം ഞാൻ കേൾക്കാൻ സാധിച്ചല്ലോ, കുറച്ചു പേരോട് സന്തോഷത്തിൻ്റെ വർത്തമാനം പങ്കുവയ്ക്കാൻ സാധിച്ചല്ലോ. അതെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം. ശാന്തതയിൽ ഈശോയുമായിട്ടുള്ള ബന്ധം. വചനം വായിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും കുറേ നേരം വചനമൊക്കെ വായിച്ചിട്ട് കുറച്ച് സമയം അതിനായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു ആത്മീയമായ അനുഭവമായിട്ട് മാറും. അത് നമ്മുടെ ചിന്തകളെയൊക്കെ സ്വാധീനിക്കും. ഈശോ കൂടെയുണ്ട് എന്നുള്ളൊരു ചിന്ത വരും. ഈശോയെ അന്വേഷിച്ച് എങ്ങും പോകണ്ട, ഈശോൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ചിന്തയൊക്കെ വരുമ്പോൾ കൂടുതൽ കരുത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ദൈവം തന്ന ഈ ജീവിതത്തെക്കുറിച്ച് സന്തോഷം അനുഭവപ്പെടും. കൊള്ളാമല്ലോ, നല്ല ജീവിതമാണല്ലോ, അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണെങ്കിലും സന്തോഷിക്കാൻ നമുക്ക് സാധിക്കും. അത് ഒരു വലിയ ആത്മീയതയുടെ അനുഭവമായിട്ട് മാറും. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായൊക്കെ ഈ ഒരു ആത്മീയത പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ്. ആനന്ദിക്കുവേൻ ആഹ്ലാദിക്കുവേൻ, അദ്ദേഹത്തിൻ്റെ ഒരു അപ്പസ്തോലിക ലേഖനം തന്നെ അതാണ്. ക്രൈസ്തവ വിശ്വാസം ആനന്ദത്തിൻ്റെ വിശ്വാസമാണ്. നിങ്ങൾ ക്രിസ്ത്യാനി ആയിരിക്കുകയും നിങ്ങൾ വിലപിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് എങ്ങനെ? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്.
ചിലരുടെ വിചാരം കണ്ടാൽ ദുഃഖവെള്ളിയാഴ്ച മാത്രമേ ഉള്ളെന്ന് തോന്നും, പക്ഷേ ഉയർപ്പ് ഞായറാഴ്ചയും ഉണ്ടെന്ന് അവർ മറന്നുപോകും. ചിലർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പള്ളി വ്യാകുല മാതാവിൻ്റെ പള്ളിയാണ്. കാരണം അവിടെ മാതാവ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യാകുല മാതാവിൻ്റെ അനുഭവത്തിലാണ് പലരും ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരയണമെന്ന് വ്യാകുല മാതാവ് പോലും ആഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ആഗ്രഹം നമ്മളൊക്കെ നല്ല സന്തോഷത്തോടെ ആയിരിക്കാൻ. അമ്മ അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ജീവിച്ച ആളുമല്ല, നല്ല ധീരതയോടെ ജീവിതത്തെ നേരിട്ട ആളാണ് നമ്മുടെ അമ്മ, അല്ലേ? പരിശുദ്ധ അമ്മ. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും തോറും ധീരതയോടെ ശാന്തതയോടെ ജീവിക്കാനുള്ള കൃപാവരം നമുക്കുണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. മർത്തായും മറിയവും കർത്താവിനെ സ്വീകരിച്ച ആ സംഭവം നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. മർത്ത ശാന്തതയോടെ അവൻ്റെ വചനം കേട്ടു, മറിയം ശാന്തതയോടെ വചനം കേട്ടു. മർത്തായാകട്ടെ പലവിധ കാര്യങ്ങളാൽ വ്യഗ്രചിത്തയായി ഓടി നടക്കുകയായിരുന്നു. ഈശോ പറഞ്ഞു, മർത്ത, മറിയമാണ് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്തത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നോടുള്ള ആത്മബന്ധത്തിൽ വളരാൻ കുറേ സമയം ചെലവഴിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ഒരല്പം സ്ലോ ഡൗൺ ചെയ്യാൻ, ജീവിതത്തിൽ നീ തന്നിട്ടുള്ള നന്മകളൊക്കെ എന്ന് കണ്ട് സന്തോഷത്തോടെ നന്ദി പറയാൻ. ജീസസ്, താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ലൈഫ്. എത്ര മനോഹരമാണ് എൻ്റെ ജീവിതം. സഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും സന്തോഷങ്ങളും ഉണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാൻ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതി.